മലയാളത്തിന്റെ പ്രിയ കവയത്രി സുഗതകുമാരിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം പൂർണ്ണമായ സംസ്ഥാന ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. തൈക്കാട് ശാന്തി കവാടത്തിലായിരുന്നു സംസ്കാരം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന സുഗതകുമാരി ഇന്ന് രാവിലെയാണ് അന്തരിച്ചത്. പരിസ്ഥിതിക്കും മലയാളത്തിനും സ്ത്രീകൾക്കുമായുള്ള നിലയ്ക്കാത്ത ശബ്ദം ബാക്കിയാക്കി സുഗതകുമാരി ടീച്ചർ യാത്രയായി. കോവിഡ് ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കവയത്രി രാവിലെ 10:52 അന്തരിച്ചത്. തിങ്കളാഴ്ച ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ആരോഗ്യനില ഗുരുതരമായിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്റർ സഹായത്താലാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. ചികിത്സയിലിരിക്കെ 2 തവണ ഹൃദയാഘാതവുമുണ്ടായി. വൃക്കകളുടെ പ്രവർത്തനവും തകരാറിലായിരുന്നു. ശരീരം മരുന്നുകളോട് പ്രതികരിക്കാതായതോടെ ആരോഗ്യനില അതീവ ഗുരുതരമായി. ജീവൻ നിലനിർത്താനായില്ല. മരണശേഷം പൊതുദർശനത്തിന് വയ്ക്കരുതെന്ന് സുഗതകുമാരി നിർദ്ദേശിച്ചിരുന്നു. കോവിഡ് പ്രോട്ടോകോളും ഇത് അനുവദിക്കുന്നില്ല. മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു. ബന്ധുക്കളിൽ 5 പേർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ടീച്ചറെ അവസാനമായി കണ്ടു. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, കളക്ടർ നവജോത് ഖോസ എന്നിവർ PPE കിറ്റ് ധരിച്ച് അന്തിമോപചാരമർപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.